അന്നത്തെ കർഷകന്മാർ വലിയ ഈമാനുള്ളവരായിരുന്നു, വലിയ ഇഖ്ലാസ് ഉള്ളവരായിരുന്നു. ഇതുപോലെയുള്ള മദ്രസകളിൽ പഠിച്ചവരല്ല. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഓത്തുപള്ളിയിൽ പഠിച്ചവരാണ് പലരും. അതിനു മുമ്പുള്ളവരോ 40 ദിവസത്തെ 50 ദിവസത്തെ വാദം കൊണ്ട് ഇസ്ലാമിനെ പഠിച്ചവരാണ്. അവരാണ് ഈ ചെറിയ ശ്രാമ്യ കെട്ടിയുണ്ടാക്കിയിട്ട് 5 മണി വരെ പണിയെടുക്കുമ്പോ ളുഹറിന്റെ വാങ്കുലി ഏതെങ്കിലും ഭാഗത്തുനിന്ന് കേൾക്കുമ്പോഴേക്ക് പാടത്തിന്റെ വരമ്പത്തുനിന്ന് കൈയും കാലും കഴുകിയിട്ട് നിസ്കരിക്കുന്നു. ശേഷം ഉച്ചഭക്ഷണം കഴിക്കുന്നു. വൈകുന്നേരം അസ്ർ നിസ്കരിക്കുന്നു. അവ്വല് വക്ത് മാറുന്നില്ല. തൊഴിലാളികൾ കൂടെ നിസ്കരിക്കുമ്പോ ജമാഅത്തും ലഭിക്കുന്നുണ്ട്, ജമാഅത്ത് പോലും പോകുന്നില്ല. അന്നത്തെ ജോലിയിൽ കിട്ടിയ വേതനം കൊണ്ട് നമ്മുടെ പഴയ തറവാട്ട് വീട്ടിൽ താമസിച്ചിരുന്നത് 13 കുടുംബങ്ങളാണ്, 10 കുടുംബങ്ങളാണ്, 7 കുടുംബങ്ങളാണ്. ഒരു കുടുംബത്തിൽ തന്നെ ഒരു മകന് തന്നെ മക്കൾ എത്രയോ ഉണ്ട്. അവരൊക്കെ അവിടെ തന്നെയാണ്, പഴയ തറവാട്ട് വീട്ടിലാണ്. അസ്വസ്ഥതകളില്ല, സങ്കുചിതത്വങ്ങളില്ല, ഒരാളും മാറിപ്പോകണമെന്ന ചിന്തയില്ല. എല്ലാവർക്കും ബറക്കത്താണ്, ഐശ്വര്യമാണ്, സന്തോഷമാണ്, മനപ്പൊരുത്തമാണ്. അന്യോന്യം വക്കാണങ്ങളില്ല, തർക്കങ്ങളില്ല. മറ്റൊരാൾ എന്താ വീടെടുത്തു പോകാത്തത് എന്നൊരു ചോദ്യമില്ല. അത്രയും മനസ്സിന്റെ സംതൃപ്തിയാണ്. കാരണം അധ്വാനിച്ചിട്ട് തുച്ഛം വിലക്ക് കൊണ്ടുവരുന്ന ഈ ഉപ്പാന്റെ അധ്വാനത്തിൽ അള്ളാഹു കൊടുത്ത ബറക്കത്താണ്.